ഇന്ന് ഇരുട്ടുമ്പോ ലോകകാര്യം അന്വേഷിച്ചും കൊണ്ടുള്ള ഈ യാത്ര എവിടേക്കാണെന്ന് ആരും അറിയില്ലെന്നാണോ ഏട്ടൻ കരുതണേ? വേണ്ട ഉണ്ണിയെ, മനസ്സിൽ തോന്നിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉറക്കെ ചോദിച്ചുകൂടാ. എന്തിനാ രാത്രിയിൽ ഇറങ്ങി വരണമെന്ന് പറഞ്ഞ്? ഒന്നിനുമല്ല. പൊന്നുതമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ തറവാട്ടിലെ പൊതുവാള് കുട്ടി ക്ഷുരകൻ ശങ്കരന്റെ കൊച്ചുമോൻ വിളിച്ചാൽ വരുമോന്ന് ഉറപ്പുവരുത്താൻ മാത്രം. വരുമെന്ന് ബോധ്യായില്ലേ? ഉവ്, ഇന്നിടെ പേടിക്കണ്ട. ലോകമറിയ എന്റെ സ്വന്തമാക്കിയിട്ടല്ലാതെ ഞാനൊന്ന് തൊടുക പോലുമില്ല. അതിനുള്ള ഹൃദയശുദ്ധി എനിക്കുണ്ട് കുട്ടി. കരയരുത്. ഒരായുസിന് വേണ്ടതിലേറെ കരഞ്ഞതല്ലേ. ഇനി കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നലെ പൊക്കോളൂ. ആ, സഞ്ചാരത്തിന് ഇറങ്ങായില്ലേ? ഏട്ടൻ തമ്പുരാൻ ഉണർന്നിട്ടില്ല. ഇനിയും പകലെന്നുണ്ടോ രാത്രിയെന്നുണ്ടോ? ഭാരിച്ച കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ വേണ്ടേ അന്വേഷിക്കാനും ശ്രദ്ധിക്കാനും? ക്ഷീണം ഉണ്ടാവും. ഉറങ്ങിക്കോട്ടെ. എന്ന് വെച്ച് അനിയൻ തമ്പുരാൻ ഇറങ്ങാൻ വൈകിക്കണ്ട കേട്ടോ. ഉണ്ണി കാപ്പി കുടിച്ചിട്ടില്ല. വേണ്ട. വേണം. വിളമ്പി വെച്ചിരിക്കുക. ഉണ്ണി വരൂ. എവിടേക്ക് നില്ലാണ്ട് ദിവസവും രാവിലെ എന്തിനാ ഉണ്ണിയെ ഈ ഇറങ്ങി പോണത്? പോകാവുന്ന ഇടങ്ങളിലേക്ക് മാത്രമല്ലേ ഞാൻ പോണുള്ളൂ, അതും പകല് മാത്രം. എവിടേക്കും പോകാതെ ഇവിടെ തന്നെ ഇരുന്നാ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഉള്ള സ്വസ്ഥത കൂടെ കളയാൻ എന്തിനാ? ശരിയാണ്. ഉണ്ണി എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോളൂ. പോവണ്ടെന്ന് പറയാനും പൊയ്ക്കോളൂ എന്ന് പറയാനും രണ്ടിനും കല്യാണിയമ്മ തന്നെ. പൊയ്ക്കോളൂ. പക്ഷേ മുഷിഞ്ഞു തിട്ടിട്ട് വേണ്ട. അലക്കിയ കുപ്പായം മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ശാസിക്കേണ്ടപ്പോൾ ശാസിക്കാനും തലോടേണ്ടപ്പോൾ തലോടാനും നിങ്ങളുണ്ട്. ഒരേ ഒരു സംശയം മാത്രം. സംശയമല്ല, സങ്കടം. ഞാൻ എന്തിനെ ഈ കോവിലകത്ത് വന്ന് പിറന്നു? എന്തുകൊണ്ട് കല്യാണി അമ്മയുടെ മകനായി ഏതെങ്കിലും ഒരു കൊച്ചു വീട്ടിൽ പറഞ്ഞില്ല? ഉണ്ണി, കിളിക്കൂട്ടിൽ 7 മുട്ട ഉണ്ടെന്ന്. അതെല്ലോ. എന്നിട്ടിപ്പോ അപ്പൂട്ടൻ പറയാ അതിൽ 5 ഉള്ളൂന്ന്. 7 ഉണ്ടായിരുന്നല്ലോ. 7 ഉണ്ടായിരുന്നില്ല, 5 ഉള്ളൂ. അപ്പൂട്ടൻ നുണ പറയാ. 7 ഉണ്ടാവും. അനിയേട്ടന് തെറ്റില്ല, 5 ഉള്ളൂ. അപ്പോ ബാക്കി 2 എവിടെ? എനിക്കറിയില്ല. തർക്കം വേണ്ട, ഞാൻ കയറി നോക്കാം. 7 ഉണ്ടാവും, 5 കാണൂ. നമുക്ക് കാണാലോ. ഓ, കാണാം. 1 2 3 4 5 6 7 7 ഉണ്ടല്ലോ. ഇപ്പോഴോ? അതെ, 2 അടിയില്ല. അത് അപ്പൂട്ടം കാണാഞ്ഞിട്ടാവും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കല്ലേ. ജനാധിപത്യത്തിന്റെ കാലാണ്. ക്ഷേത്രത്തിന്റെ നോക്കി നടത്തിപ്പുകൾ കോലോത്തിന് മാത്രമായിട്ട് വേണ്ട, ഒരു മേൽനോട്ടത്തിനൊരു കമ്മിറ്റിയോടെ ഇരുന്നോട്ടെ എന്ന് കരുതി അത്രയ്ക്കും കയറി ഭരിക്കാറായോ കുറുപ്പേ? പ്രസിഡന്റ് ആയാലും കമ്മിറ്റി ആയാലും ശരി, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകാൻ പാരമ്പര്യമായിട്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇവിടെ. അത് തെറ്റിച്ചോണ്ടുള്ള ഒരു പരിഷ്കാരവും നമുക്ക് വേണ്ട. എന്താടാ എന്താടാ? ഈ ഒന്നുമില്ല. എന്തൊക്കെ പോക്കണങ്ങളാ കുട്ടാ നീ കാണിക്കണ്? കൊച്ചു കുട്ടികളുടെ പോലെ മരത്തിന്റെ മുകളിലാ കളി. ഹായ്, നിന്റെ ജന്മം എന്താ? വാനരവർഗത്തിലാ? കൈ നൂർത്തി ഒന്ന് തരാന്ന് വെച്ചാല് ഒന്നിനോളം വളർന്നു പോയില്ലേ? നിന്റെ ഓരോ പ്രവൃത്തികൾ കാരണം 4 ആളുടെ മുമ്പിൽ നാണം കെടുക ഇപ്പൊ എന്റെ വിധിയായിരിക്കുന്നു. കഷ്ടം. ഇങ്ങനെണ്ടോ ഒരു ജന്മം? നടക്കണോ നായരെ? എന്തിനാ ചിരിച്ചേ? വേണമെന്ന് വെച്ചിട്ടില്ല അനിയേട്ടാ.
അറിയാണ്ട് ചിരി പൊട്ടിപ്പോയതാ. ഏയ് സാരമില്ല. ഏട്ടന്റെ ശകാരം കേട്ട് കേട്ട് എനിക്ക് നല്ല ശീലമായിരിക്കുന്നു. വാ. അവധി തീർന്നു. നാളെ കഴിഞ്ഞ് പുലർച്ചയ്ക്ക് ഞാൻ പോവും. അടുത്ത ഉത്സവത്തിന് മുമ്പ് വരില്ലേ? വരാണ്ട് പിന്നെ കൊടി കയറുമ്പോൾ മാധവൻ കൂടി എത്തിയിട്ടുണ്ടാവും. പിന്നെ എല്ലാ തവണത്തെയും പോലല്ല ഇത്തവണത്തെ പോക്ക്. അതെന്താ? വിശേഷമുണ്ട്. പറയാ കേക്കട്ടെ. പറഞ്ഞിട്ടറിയണ്ട, താനെ അറിയുന്ന അതിൻ്റെ രസം. ചിലപ്പോൾ അത് അറിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ എന്നെ വെറുക്കും, ശപിക്കും. പക്ഷെ ആരൊക്കെ ശപിച്ചാലും അനിയനി മാധവൻകുട്ടി തള്ളി പറയില്ല, ഇല്ലേ? ഏയ് മാധവൻകുട്ടിയെ ഞാൻ എങ്ങനെ തള്ളി പറയാ? നല്ല കഥയായി. അത് മതി. വരട്ടെ. തമ്പ്രാട്ടി, അടിയത്തങ്ങളുടെ കിടപ്പാടമാണ് പൊളിച്ചു മാറ്റണത്. കാരസ് തമ്പ്രാന് ചായപ്പ് കെട്ടാൻ ഈ മാസം കൊണ്ട് കഴിഞ്ഞിട്ട് അടിയത്തങ്ങള് തെക്കേ തലക്കിൽ കുടിൽ കെട്ടി മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല. വല്യപ്പുറം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കാരസ് തമ്പ്രാൻ കുടിൽ പൊളിച്ചു മാറ്റാണ്. നിന്ന നിപ്പിലിങ്ങനെ ഇറക്കി വിട്ടാൽ അടിയത്തിങ്ങനെ എവിടെ പോകും തമ്പ്രാട്ടി? നീ പറയണ ശരിയാ. പക്ഷേ ഏട്ടൻ തമ്പുരാൻ ഇവിടെ ഇല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഏട്ടനല്ലേ ഇപ്പോഴും ഇവിടെ ഇല്ലാതുള്ളൂ, ഞാനുണ്ടല്ലോ. ഈ പാവത്തങ്ങളെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പങ്കുണ്ണി ആര് കേമനാവണ്ട. വരിക. ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ഇത് മറ്റു കളിച്ചോണ്ടിരുന്നാ പറ്റില്ല. പാട്ടെ. നിർത്താനാണ് പറഞ്ഞത്. അനിയൻ തമ്പുരാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടണേ? കാര്യം ഉണ്ടായിട്ട് തന്നെ. ഏട്ടൻ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. അറിയാം. എന്നാൽ ഇപ്പോ അനിയൻ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് ഇതങ്ങോട്ട് നിർത്തിവെച്ചോളൂ. ഇറങ്ങി പോരടാ. ഞാനൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാല് അത് വിലക്കാനും വേണ്ടാന്ന് വെപ്പിക്കാനും നീ ആരാ ഇവിടെ? നീ ആരാന്ന്? ഡോ പങ്ങണിയരെ, ചെന്ന് ഇന്നേരം ആ കുടിൽ പൊളിച്ചു മാറ്റി അവറ്റെ ഇറക്കി വിട്. ആരാ വിലക്കാനെന്ന് എനിക്കൊന്ന് അറിയണം. ഏട്ടാ ഒരക്ഷരം മിണ്ടണ്ട, പോകത്ത്. ഞാൻ ഈ കോവിലകത്ത് ആരുമല്ലേ കല്യാണിയമ്മേ? തമ്പുരാട്ടി വിശേഷം അറിഞ്ഞോ? ഉണ്ണികൃഷ്ണ പൊതുവാളിന്റെ കൊച്ചുമോളില്ലേ, അമ്പലനടക്കിൽ കൊട്ടിപ്പാടുന്ന ആ രാജന്റെ പെങ്ങള് ഇന്ദിര, കല്യാണപ്രായം കഴിഞ്ഞിട്ടും ആരും വരാണ്ട് മൂത്തു നിൽക്കണ ഒരു കോത. വലിയ അടക്കോ ഒതുക്കമുള്ള കുട്ടിയാണെന്നാണല്ലോ ഇവിടെ ചിലരുടെ ധാരണ. നീ കാര്യം എന്താണെന്ന് പറ ഊർമിളെ. ആ കുട്ടി പുറപ്പെട്ടു പോയി. അവള് വല്ല വിഷം വാങ്ങി തിന്നെ പുഴയെ ചാടി ചാവുക ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിലെ സകലരുടെയും മുഖത്ത് കരിവാരി തേച്ചേച്ചു പോയിരിക്കണു ദ്രോഹി. ഉരുപ്പെട്ടവള് ഗുണം പിടിക്കൂല, കണ്ടോ? മാധവൻകുട്ടി പോകണതിന് മുമ്പ് തിരിച്ചുപോക്കിനൊരു വിശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടെന്താ അനിയനത് എന്നോട് പറയാതിരുന്നേ? വിശേഷമേ പറഞ്ഞുള്ളൂ. അത് ഇതാവുന്ന് ഞാനുണ്ട് അറിയണോ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ രാജ, മാധവൻകുട്ടി ദുഷ്ടനല്ല. ഇന്നരക്കിതൊരു രക്ഷയാവുന്ന എനിക്ക് തോന്നണേ. അനിയനത് പറയാം. ഇറങ്ങിപ്പോയത് എന്റെ ഉടപ്പറന്നോളല്ലേ? നാണക്കേട് എന്റെ കുടുംബത്തിനും. അതുകൊണ്ടല്ല രാജ, ഇങ്ങനെ വല്ലതും അല്ലാണ്ട് ഇന്ദിരയെ നേരാവണ്ണം അയക്കാൻ ഇവിടുത്തെ ചുറ്റുപാടില് കഴിയായിരുന്നോ? ഇല്ലല്ലോ. സഹതപിച്ചില്ലെങ്കിലും വേണ്ട, അനിയനൊരു സഹായം ചെയ്യണം. പുണ്ണിലിട്ട് കുത്തുന്ന വർത്തമാനം പറയരുത്. ഇനി ഇതിന്റെ പേരിൽ ഖരപ്രമാണിമാർ ചേർന്ന് അമ്പലത്തിൽ പാടുന്നതിൽ നിന്നും വിലക്കുമോ ഈശ്വര? എങ്കിൽ പിന്നെ മുഴുപട്ടിണി തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അവനവനുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. അല്ലാണ്ട് അത് സംഭവിച്ച ആൾക്ക് എന്താ ഉണ്ടാവുക, അയാളുടെ നില എന്താവും, അതാലോചിക്കാൻ ആർക്കും വയ്യ. എനിക്ക് മാത്രം അതിന് കഴിയണില്ല. ചിലപ്പോ അത് തന്നെയാവും എന്റെ തരക്കേട്. ഇല്ല ഉണ്ണി, ഈ മനസ്സിന്റെ ഒരു നേരുണ്ടല്ലോ, അതാണ് ശരി. അത് നഷ്ടപ്പെടാണ്ട് നോക്കിയാൽ മതി.
ഏട്ടൻ വിളിച്ചോ? ആ കുട്ടൻ വരിക, അങ്ങോട്ട് ഇരിക്കുക. ആ കസാര ഉണ്ട്, എടുക്കുക. ഇന്നെന്താ ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ സമയാവണല്ലേ ഉള്ളൂ. കുട്ടൻ ഏഴായിട്ടൊന്നും മെലിഞ്ഞുണ്ടോ ഇല്ലടോ പങ്ങണിയരെ? ഇല്ല, വെറുതെ തോന്നണതാവും. സ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. ആ അത് ശരിയാ. പിന്നെ കുട്ടാ, തേങ്ങാക്കാരൻ്റെ അടുത്തുള്ള പറ്റ് കൂടുതലായി. അവിടെ ഇവിടെയായിട്ട് അല്ലറ ചില്ലറ ബാധ്യതകൾ വേറെ. അതങ്ങനെ കിടക്കുന്നത് നമ്മുടെ സ്ഥിതിക്ക് ചേർന്നതല്ല. ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാന്ന് വെച്ചു. താഴത്തെ പറമ്പിനോട് ചേർന്ന് കിടക്കണ ആ പാടല്ലേ, വലിയ അനുഭവമൊന്നുമില്ലാത്ത മണ്ണാ. തെക്കത്തെ മമ്മുവാജി നല്ല വിലക്കെടുക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എനിക്കും തോന്നി. ബാധ്യതകൾ അങ്ങ് ഒഴിവാകുമല്ലോ. ആ പ്രമാണം ഒന്ന് എഴുതി കൊടുക്കണം. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോവാം. എന്താ കുട്ടന്റെ അഭിപ്രായം? എന്താ വേണ്ടിയെന്ന് ഏട്ടൻ പറഞ്ഞാ മതി. ഒരു വശത്ത് ഓരോന്നോരോന്നായി ജീർണിക്കുന്നു, മറുവശത്ത് മുതലുകൾ ഒന്നൊന്നായി വിൽക്കുകയും. എന്റെ ഭഗവാനെ, എങ്ങനെ ഇരുന്ന കോവിലകമാണിത്! വല്യമ്മാവന്റെ കാലത്ത് 9 ആനകളെ ഒന്നിച്ചെഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് ഈ മുറ്റത്ത്. ഒക്കെ ശരി തന്നെ. എന്നാലും വസ്തുക്കൾ വിൽക്കേണ്ടി വരുമ്പോ എനിക്ക് സന്തോഷാണ് കല്യാണിയമ്മേ. പ്രമാണത്തിൽ ഒപ്പിടണമല്ലോ. അപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് വരുന്നുണ്ടല്ലോ, അത് മതി. ഉണ്ണി, കിസലയ ശയനതലേ, കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം. കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം. കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം. കിസലയ ശയനതലേ. തവ പദ പല്ലവ, തവ പദ പല്ലവ വൈരി പരാഭവം ഇദമനുഭവതു സുവേശം. തവ പദ പല്ലവ വൈരി പരാഭവം ഇദമനുഭവതു സുവേശം. ക്ഷണമധുനാ നാരായണം, ക്ഷണമധുനാ നാരായണം. അനുഗതമനുഭജ രാധേ രാധേ, അനുഗതമനുഭജ രാധേ രാധേ. കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം. കിസലയ ശയനതലേ. കരകമലേന കരോമി ചരണമകം. ഞാൻ പോവുകയാണ് നീ. എവിടേക്ക്? അറിയില്ല, ഒന്നിനൊരു തീർച്ചയില്ല. നാട് വിടുന്നു, എവിടേക്കെന്നില്ലാതെ. എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അതില്ലെങ്കിൽ അറിഞ്ഞൂടാ. താൻ പോയാ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ? പട്ടിണിയും പങ്കപ്പാടൊക്കെ അവർക്ക് നല്ല ശീലമായി കഴിഞ്ഞു. അതിൽ കവിഞ്ഞ് നീ എന്ത് വരാനാണ് എന്നെയാ? തോളപ്പുള്ള ഒരിടത്തുനിന്നും വേണ്ട. അതിന് എന്റെ ബന്ധമുണ്ടല്ലോ. നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും താഴ്ന്ന നിലയുള്ളവരായിരിക്കണം.